ഹലോ നമസ്കാരം. ക്രിസ്മസ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ A4 പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് 3 ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഐഡിയാസ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഐഡിയാസ് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റം എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വൈറ്റ് പേപ്പറിൽ നിന്ന് ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 12 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയറാണിത്. ഇനി ഇതൊന്ന് പകുതിക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് മടക്കാം. കറക്റ്റ് ഡയഗണൽ ആയിട്ടല്ല നമ്മൾ മടക്കുന്നത്. ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു ലൈനിൻ്റെ ഒരു കാൽ ഭാഗത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് മടക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം. ഇവിടെ എക്സ്ട്രാ ആയി നിൽക്കുന്ന ഈ ഒരു ഭാഗം അകത്തേക്കാക്കിയിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഒരു കോൺ ഷേപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരത്തെ മടക്കിയതുപോലെ തന്നെ ആ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് അകത്തേക്കാക്കിയിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം. ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് പൊങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗമാണ് എടുക്കേണ്ടത്. എന്നിട്ട് അവിടുന്ന് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നിവർത്താം. ഇപ്പം നമുക്കൊരു സ്റ്റാറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു 3D സ്റ്റാറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഫുൾ വൈറ്റ് കളർ മാത്രമായിട്ട് അത്രയും കൊണ്ട് ഭംഗി തോന്നിയില്ല. അപ്പം ഞാനൊരു റെഡ് കളർ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിടവട്ട കള്ളികളിൽ ഈ റെഡ് കളർ കൊടുക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ കള്ളികളിലാണ് കൊടുക്കുന്നതെന്ന്. അപ്പം ഞാനിവിടെ റെഡ് കളർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റെഡിൻ്റെയും വൈറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഈ ഒരു ഭാഗം ഞാനിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പൊക്കി വെക്കുന്നുണ്ട്. ആ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാത്തിലും അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഗ്രീൻ കളർ പേപ്പറിൽ ചെയ്തിട്ടുള്ളൊരു സ്റ്റാറാണ്. അപ്പോൾ ഇതേപോലെ പല കളറിലുള്ള പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. ഇതിങ്ങനെ ഒന്ന് പൊക്കി വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കിട്ടും. A4 പേപ്പർ കൊണ്ടുള്ള ആദ്യത്തെ ഐഡിയ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു കുട്ടി 3D സ്റ്റാറായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഒരു നൂല് കൂടി കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഹാങ് ചെയ്തിടാവുന്നതാണ്. അല്ലെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ നമുക്കിതിങ്ങനെ തൂക്കിയിടാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോവാം. ഇതിൽ ഞാൻ A4 പേപ്പറിൽ നിന്ന് ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് 8 സെൻറ്റിമീറ്റർ വീതിയും 14 സെൻറ്റിമീറ്റർ നീളവുമാണുള്ളത്. പിന്നെ ഞാൻ റെഡ് കളറുള്ള സ്കെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നീളത്തിലുള്ള ഭാഗത്ത് ഒരു 0.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് റെഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വീതി കുറഞ്ഞ ഒരു ഭാഗത്തും ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഈ പേപ്പറിൻ്റെ ബോർഡറിൽ 2 സൈഡിലും റെഡ് കളർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഈർക്കിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് റോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ കളർ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ടാണ് റോൾ ചെയ്യേണ്ടത്. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ആ റെഡും വൈറ്റും കളറ് മാറി മാറി ഇങ്ങനെ വരുന്നത് കാണാം. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളിങ്ങനെ കളർ കൊടുത്തിട്ടുള്ളത്. എൻഡിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനൊരു പാറ്റേൺ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ഒരു ഐഡിയ എന്നുള്ളത്. നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനത്തേത് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിലായിട്ട് ആ ഒരു ഷേപ്പിൽ ഞാനൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കുഞ്ഞി സ്റ്റിക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി നമുക്കിത് ബാക്കി ഡെക്കറേറ്റ് ചെയ്യണം.
ആദ്യം ക്രോസ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ലീവ്സ് ഞാനിവിടെ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നാണ് ഗ്രീൻ കളറ്. അത് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ റിബൺ വെച്ചിട്ട് ഒരു കുഞ്ഞ് ബോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൂടി സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ A4 പേപ്പർ വെച്ചിട്ട് നമ്മളിവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വടിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ വേറെ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ബുക്കിലെ പേജ് മാത്രം മതി. പിന്നെ സ്കെച്ചും വേണം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ കയ്യിലുള്ള എന്താ വെച്ചിട്ട് അത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റിക്കിൻ്റെ ഐഡിയ ആണ്. ഇപ്പോൾ നമ്മൾ വൈറ്റ് പേപ്പർ വെച്ചിട്ട് 2 ഐഡിയാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാറും പിന്നെ സ്റ്റിക്കും. ഇതിൽ ബാക്കി കാണുന്നതെല്ലാം നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഈ ഒരു ക്രിസ്മസ് ബെല്ല് പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബെല്ല് കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാലും മതി. കഴിഞ്ഞ വർഷവും ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കേക്ക് റെസിപ്പീസും ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐഡിയയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ 4 സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു സ്ക്വയർ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നടു ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് വീണ്ടും ഒന്ന് മടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 തവണ ഫോൾഡ് ചെയ്തിട്ടുണ്ടത്. ഇപ്പോൾ ഇവിടെ 4 കുഞ്ഞി സ്ക്വയർസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആദ്യത്തെ സ്ക്വയറിൽ നിന്ന് ഈ ഒരു കോണ് ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ 4 സൈഡിലും ചെയ്യാം. ഇനി ഇതിൻ്റെ 4 കോർണറിൽ നിന്നും ഒരു 3 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലൂടെ കുഞ്ഞ് സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കാം 4 സൈഡിലായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ 4 കോർണറിലും 4 സ്ക്വയേഴ്സ് ആയിട്ടുണ്ട്. ഈ ലൈൻസ് വരച്ചിട്ടുള്ള ഭാഗത്തെല്ലാം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് അകത്തേക്ക് ഫോൾഡ് ചെയ്യാം. നേരത്തെ നമ്മൾ മടക്കിയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വരും. അങ്ങനെ 2 സൈഡും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഈ മുകളിലത്തെ ഭാഗം അങ്ങനെ തന്നെ താഴേട്ടേക്കാക്കിയിട്ട് മടക്കി കൊടുക്കാം. ആ ഒരു ഭാഗം ഒന്ന് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് ബോക്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സൈഡിലൊക്കെ ആ ബോക്സിൻ്റെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഭാഗം മുകളിലേക്ക് ആക്കിയിട്ടാട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മെഷർമെൻറ്റിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നുകൊണ്ടായിരിക്കും. സാധാരണ ഗ്യാപ്പ് വരില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഒട്ടിച്ചിട്ട് ഇവിടെ ഒരു കുഞ്ഞു ബോക്സിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് കുഴപ്പമില്ല, നമ്മളിത് കവർ ചെയ്യുന്ന സമയത്ത് അറിയൂല. ഇനി ഇത് കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇവിടെ പഴയൊരു ഗിഫ്റ്റ് പൊതിയുന്ന കവറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ട് വരാം. സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു റെഡ് കളർ റിബൺ എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ A4 പേപ്പർ വെച്ചിട്ട് ചെയ്ത മൂന്നാമത്തെ ഐഡിയ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന സാധാരണ വെള്ള പേപ്പറിൽ നിന്നാണ് നമ്മൾ ഈ 3 ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡെക്കറേഷൻ ഐഡിയാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 സിമ്പിൾ ഐഡിയാസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഒരുപാട് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് വരാനുണ്ട്. അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ ഈ ഐഡിയാസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി തരണേ. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.